സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. രാഷ്ട്രീയ ഭൂവിചാരങ്ങളുടെയും ജിയോപൊളിറ്റിക്സ്, രാഷ്ട്രീയ ജീവവിചാരങ്ങളുടെയും ബയോപൊളിറ്റിക്സ് ദിശാസന്ധികളിലാണ് തിരുപ്പിറവി നിലകൊള്ളുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിച്ചതുപോലെ ചിതറിത്തെറിച്ച ദേശങ്ങളും ഹൃദയങ്ങളും ഒരു പിന്നാമ്പുറമായി തിരുപ്പിറവിക്ക് നിലകൊള്ളുന്നുണ്ട്. മാറിവരുന്ന പൗരത്വങ്ങളും രാഷ്ട്രീയ വിധേയത്വങ്ങളുമൊക്കെ മാംസമണിഞ്ഞു നിൽക്കുന്നത് പോലെ പൊതുജനം കരുതപ്പെടുന്ന ഒരു വ്യവസ്ഥ. ഇതൊക്കെയും ചരിത്രത്തിൽ ആവർത്തിക്കപ്പെടുന്ന അനുഭവങ്ങളുമാണ്. യുദ്ധങ്ങൾ കൊണ്ട് അതിർവരകളും തലവരകളും മാറ്റി എഴുതപ്പെടുന്ന ഒരു ഇടതടവില്ലാത്ത ചരിത്രഗതി. ഈ ഒരു പരിതസ്ഥിതിയിലാണ് നമ്മൾ മനുഷ്യാവതാരത്തെ അഭിമുഖീകരിക്കുന്നത്. നരമാംസമാർന്ന് ഭൂമിയിൽ അമർന്ന് പാർത്ത മഹത്വത്തെ, ദൈവമഹത്വത്തെ നമ്മൾ കണ്ടുവെന്ന് വേണം യോഹന്നാന്റെ സുവിശേഷ ആരംഭത്തെ നമ്മൾ വായിച്ചെടുക്കാൻ. ദൈവമഹത്വം, കവോത്, അത് ഭാരമെന്നർത്ഥം പേർന്നൊരു പദം കൂടിയാണല്ലോ. നമ്മുടെ ചരിത്ര വഴികളിലും ഗതികളിലും അമർന്നിരിക്കുന്ന, നമ്മോടൊപ്പം കൂടാരമടിച്ച ദൈവത്തിൻ്റെ മുഖമാണ് ക്രിസ്തു. ഈ ദിവസങ്ങൾ നമ്മൾ കണ്ടതുപോലെ ആകാശഗോളങ്ങളെ ചമച്ച അതേ വിരലുകൾ എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ നേർമകളെയും വ്യതിരിക്തതകളെയും അനന്യതകളെയും തൊടുകയാണ്. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ തന്നെ അവൻ ഭവനവും പുത്രനുമായി നമ്മെ പുത്രരാക്കി ഭവനത്തിലേറ്റാൻ. ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്നെ ഭക്ഷിക്കുന്നവൻ എന്നിൽ വസിക്കുന്നുവെന്നവൻ പറഞ്ഞത് ഈ ഒരു വീട്ടുവ്യവസ്ഥ തന്നെയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ ശരീരത്തെ, തൻ്റെ പൂർണ്ണതകളെ നമുക്ക് പകർന്നു തരികയും ചെയ്തല്ലോ. അതിനാൽ അപ്പത്തിൻ്റെ വീട് ബത്ലഹേം എന്നർത്ഥം വരുന്ന ഒരു നാട്ടിൽ അവൻ ജനിച്ചുവെന്നത് ഈ പരമാർത്ഥത്തോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. വലിയ ഒരു ജനസംഖ്യാ കണക്കെടുപ്പിൻ്റെ സന്ദർഭത്തിലാണ് തിരുപ്പിറവി അരങ്ങേറുന്നത്. സെൻസസ് അഥവാ ജനസംഖ്യാ കണക്കെടുപ്പ് എന്നതൊരു ബയോപൊളിറ്റിക്കൽ വ്യവസ്ഥയാണ്. അതായത് ജീവിതങ്ങളെ, ബയോസ്, എങ്ങനെ ഒരു രാഷ്ട്രീയ സംവിധാനത്തിൽ വിന്യസിക്കാം എന്നതിനെ സംബന്ധിച്ച വിവരശേഖരണവും പ്രയോഗങ്ങളുമാണതിൽ. ഏതാണ്ട് എല്ലാ ചരിത്രഗതികളിലും നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. ഇപ്രകാരമുള്ള ബയോപൊളിറ്റിക്കൽ രാഷ്ട്രീയ ജീവവിചാരങ്ങളെല്ലാം തന്നെ പൗരന്മാരെ അനവധിയായി വേർതിരിക്കാൻ പര്യാപ്തമായ ഒന്നാണ്. നാനാവിധമായ കള്ളികളിലും കളങ്ങളിലും അതിർരേഖകളും അവരെ നിരത്തി അവരെ അകംപുറം വായിച്ചെടുക്കാനുള്ള ശ്രമമാണിതിൽ. തൻ്റെ മുൻപിൽ നിൽക്കുന്ന ഏതൊരു വ്യക്തിയെയും സംബന്ധിച്ച് സമഗ്രമായ വിവരണങ്ങൾ ഭരണകൂടങ്ങൾക്ക് സാധ്യമാണിതിനാൽ. ഈ വ്യക്തിക്ക് ആവശ്യമായ ക്ഷേമ സംവിധാനങ്ങൾ ഒരുക്കാൻ മാത്രമല്ല, അവനെ എങ്ങനെ മെരുക്കണമെന്നും ഇതിനാൽ അവർക്കറിയാം. സാധാരണ നേത്രങ്ങൾ കൊണ്ട് ദൃശ്യമാകാത്ത വിധം ആഴമേറിയ വേർതിരിവുകളും ഇത് സ്ഥാപിച്ചെടുക്കുന്നുണ്ട്. വിശദാംശങ്ങൾ ഒപ്പിയെടുക്കുകയും ചെയ്യുന്നു. ഇത് വെറും സ്ഥിതിവിവര കണക്ക്, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു അഭ്യാസം മാത്രമല്ല. ഇന്നത്തെ കാലത്താകട്ടെ ആധുനിക സാങ്കേതികതയുടെയും ഇൻ്റർനെറ്റിൻ്റെ വ്യവസ്ഥകളുടെയും പിൻബലത്തിൽ നമ്മൾ നിലയ്ക്കാത്ത വിവരസ്രോതസ്സുകളായി മാറിയിരിക്കുന്നു. സോഴ്സസ് ഓഫ് ഡേറ്റ. നമ്മുടെ ചായ്വുകളും ചരിവുകളുമെല്ലാം രേഖപ്പെടുത്തപ്പെടുകയാണ്. അതിലൂടെ നമ്മെ മുതലെടുക്കുകയും ചെയ്യുന്നു. ദാവീദിൻ്റെ കാലത്ത് ഇതുപോലെ ഒരു ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നുണ്ട്. 2 സാമുവേൽ 24, 1 ദിനവൃത്താന്തം 21. ആ ദൈവത്തിൻ്റെ മുൻപിൽ വലിയൊരു അപ്രീതിക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അവൻ ദൈവത്തിൽ ആശ്രയിക്കാതെ ഒരു രാഷ്ട്രീയ അഭ്യാസമായിട്ടോ സൈനിക പദ്ധതിയുടെ ഭാഗമായിട്ടോ ചെയ്തിരിക്കാവുന്നൊരു പ്രവൃത്തിയാണിത്. അതുകൊണ്ട് തന്നെയാണ് അത് ദൈവനിഷേധമായി മാറുന്നതും. അവൻ തൻ്റെ ജനത്തിൻ്റെ തലയെണ്ണി. ദൈവവും തൻ്റെ ജനത്തിൻ്റെ തലയെണ്ണുന്നുണ്ട്. അതാകട്ടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തിപരമായ തലത്തിൽ, നേർമയിൽ, അനന്യതയിൽ നമ്മെ കാണുവാൻ തന്നെയാണ്. മനുഷ്യർ ചെയ്യുന്നത് പോലെ അകംപുറം ഗ്രഹിച്ച് വിലയിരുത്താനോ മതിപ്പ് കൽപ്പിക്കാനോ തള്ളിക്കളയാനോ അല്ല. അവർ അപരനെ അളക്കുകയാണ്, നിർണയങ്ങൾ ചാർത്തുകയാണ്, വിവരപ്പറകൾ കൊണ്ട്, ഡേറ്റ ബഷേഴ്സ്. മനുഷ്യർ വെറും വിവരസ്രോതസ്സുകൾ, ഡേറ്റ മാത്രമായി ചുരുങ്ങുന്നിടത്ത് നമുക്കിതാ ദൈവത്താൽ നൽകപ്പെട്ടവൻ ദാത്തൂസ്, നമ്മുടെ ഇടയിൽ പിറന്നവൻ നാത്തൂസ്, അങ്ങനെ ക്രിസ്തു വന്നിരിക്കുന്നു. ഏശയ്യ 9, നമുക്കായി നൽകപ്പെട്ടവൻ, നമ്മിൽ നിന്നുരുവാക്കപ്പെട്ടവൻ, ഒരേ സമയം ദൈവവും മനുഷ്യനുമായവൻ.